സഹായിക്കും. എന്തെങ്കിലും തരും. ആയിക്കോട്ടെ, ഞാൻ പോവാം. ഞാൻ അച്യുതനാരെ വിളിച്ച് പറയാം. സുന്ദരമായിട്ട് അച്യുതനാരുണ്ട്. ട്രെയിനിങ്ങിന് അയക്കുക. ഇയാളെ ട്രെയിനിങ്ങിന് അയക്കുക. മുണ്ടശ്ശേരി മാസ്റ്റർ ഓപ്പറേറ്റ് കോളേജിൽ മുണ്ടശ്ശേരി മാഷാണ് വെക്കാം. ഞാൻ അവിടെ പ്രൊഫസർ വരും. അവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ ലെക്ചറായി പിന്നെ ഞാനാ എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെയാണ് ഞാൻ അലനല്ലൂർ സർവീസ് ബാങ്കിൽ വരാൻ കാരണമായത്. ആ അപേക്ഷ നമ്മൾ 967 ഇവിടെ അവിടെ അവിടെ പക്ഷെ അവിടെ എല്ലാ മാസവും ഉണ്ടാവും. സിന്ധുണ്ട്, ഷീവയുണ്ട്, ആരുണ്ടായിരുന്നു രാവിലെ എല്ലാവരും എത്തി. എനിക്ക് ഞാൻ പട്ടാമ്പിക്ക് പോവാ. നാടകകാലത്തിൽ നിന്നും ജീവിത സത്യത്തിലേക്ക്. തിരുമിറ്റക്കോട് പ്രാഥമിക സഹകരണ സംഘത്തിൽ തുടങ്ങി അരനൂറ്റാണ്ടോളം പിന്നിട്ട സഹകരണ സബര്യ നേട്ടങ്ങളുടെ നാഴികക്കല്ലുകൾ താണ്ടി വിജയത്തിൻ്റെ പരമകാഷ്ഠയിലെത്തുന്നത് അലനല്ലൂരിൻ്റെ ഭൂമികയിലായിരുന്നു. അലനല്ലൂർ ബാങ്കിനെ വളർച്ചയുടെ പടവുകൾ ഓരോന്നായി കൈപിടിച്ചുയർത്തിയ 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഔദ്യോഗിക ജീവിതം ഒടുവിൽ ജില്ലയിലെ ഏറ്റവും നല്ല ബാങ്ക് എന്ന പദവിയിലെത്തിച്ച് പടിയിറങ്ങുമ്പോൾ ബാക്കി വെച്ചു പോയത് പകരം വയ്ക്കാനാവാത്ത സഹകാരിയുടെ മായാത്ത മുദ്രകളായിരുന്നു. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ചരിത്രം അലനല്ലൂരിൻ്റെ വളർച്ചയുടെ നേർക്കാഴ്ചയായി ഇന്നും തുടരുന്നു. അപ്പൊ 2 പ്രഥമം വേണ്ടേ? 2 പ്രഥമനാണ്. പക്ഷെ ഇത് കേടുവന്നാലോ എന്നുള്ള ചോദ്യത്തിലല്ല, 2 പ്രഥമം ആദ്യം തീരുമാനിക്കാൻ. എന്നിട്ട് നമ്മൾ സുബ്രഹ്മണ്യം ഭ്രാന്തിയെ കൊണ്ടുവന്നു. സുബ്രഹ്മണ്യം ഭ്രാന്തിയെ കൊടുന്ന് വണ്ടൂരല്ല, എന്താ വാണിയമ്പലം അല്ല കരുവാറുണ്ട്. അതുകൊണ്ട് സുബ്രഹ്മണ്യന്റെ തൂവൂര് സുബ്രഹ്മണ്യനെ കൊണ്ടുവന്ന് സുബ്രഹ്മണ്യനെ കൊണ്ടാണ് അന്ന് ദേഹണം ഉണ്ടാക്കിയത്. അത് അങ്ങനെ അത്രയും ശുദ്ധമായിട്ടുള്ള ദേഹണം. അന്നാണ് ദേഹണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒരു പരിധി വരെ ചെറുതായിട്ട് നർദ്ദനമാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ആ പാലം ഉണ്ടാക്കി ആള് പറഞ്ഞ കുഴപ്പമില്ല. ആളുകൾ പറഞ്ഞ ശരിയല്ലോ. അത് നമ്മുടെ ഒരു നല്ലൊരു ഇതാണ്. അതില് പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ, അന്ന് ഞാൻ ഈ ദേഹണത്തിനെ സംബന്ധിച്ചിട്ടുള്ള ചില ഐഡിയാസ്, ഉദാഹരണം പറഞ്ഞാൽ അവിയലുണ്ടാക്കുക. അവിയലിലെ മുളക് പൊടി വാങ്ങി വെച്ചിട്ടായിട്ടുണ്ട് എന്ന് പഠിച്ചത് സുബ്രഹ്മണ്യം ഭ്രാന്തി. കാരണം നമ്മളിപ്പോ മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് നല്ലോണം വരട്ടി ഒത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അരി പിടിക്കാനൊക്കെയുള്ള സംവിധാനം ചെയ്ത് നല്ലോണം പൊക്കി വെച്ച് അതെന്നാണ് നമ്മൾ ചെയ്യല്. അപ്പൊ മുളക് പൊടി ഇട്ട് മുളക് പൊടി ഉണ്ടാവും, മുളക് പൊടി വാങ്ങിയിട്ട് ഇട്ടിട്ട് അയാളെ അതിന്റെ വേവ് അത്രേ വേണ്ടു എന്നാണ്. അതിന്റെ ഗുരുത്വം അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ പത്മനാഭേട്ടൻ ഉണ്ടെങ്കിൽ 100 പറ അരി വെക്കാനും പഠിക്കല്ല. തണുപ്പാണ്. മൂപ്പരുണ്ടെങ്കിൽ നമുക്കൊരു തണുപ്പാണ്. ഇതിന്റെ ദേഹണം അതിന്റെ 1500 പേർക്കുള്ള വളമ്പല് ഇത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് അന്ന് ഞാന് രവീന്ദ്രൻ, കുഞ്ചുഷാരടി,
ഗോപി മാഷ് ഇങ്ങനെയുള്ള ഒരു ടീമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ടീമുമായിട്ട് ഇവർ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം അതിഗംഭീരായി എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് ഓരോ ഓണപ്പുറ കൊടുക്കണം പറഞ്ഞ അതാണ് പറഞ്ഞ ഓണപ്പുറ വാങ്ങിക്കഴിഞ്ഞാൽ അത് പ്രതിഫലം വാങ്ങിയ പോലെ അത് പറ്റില്ല. അതെ, ഇത് ശാശ്വതമായിട്ട് പെൻഡിങ്ങിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം മരിച്ചുപോയി, അത് വേറെ കാര്യം. അത് ഈ പരിപാടി മാത്രമല്ല, ഇതേപോലെ നമ്മുടെ മൂകാംബിക ഈ ഫാമിലി അതാ രണ്ടാമത്തെ ആദ്യത്തെ ടൂർ വളരെ ഗംഭീരമായിട്ട് അതിഗംഭീരായി. സ്പോർട്സ് കണ്ടില്ലേ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായിരുന്നു. നമ്മളെ മറ്റു കാര്യങ്ങളൊന്നും ഒഴിവായിട്ടില്ല. നമ്മുടെ ഔദ്യോഗിക കാര്യങ്ങളിലൊന്നും ഭംഗന്മാർ 8000 രൂപ മിച്ചണ്ടായി. 2 വർഷം ടിക്കറ്റ് വെച്ച് 100 രൂപ 200 രൂപ വരെയുള്ള ടിക്കറ്റ്. അത് ക്ഷേമന്മാരെ കലാമണ്ഡലം ആൺകുട്ടികളും കലാമണ്ഡലം ഗോപേശൻ കലാമണ്ഡലം പത്മാവന്മാര് കോട്ടയ്ക്ക് ശിവരാമൻ തുടങ്ങിയ ടീമിനെ കൊണ്ടുവന്ന് അദ്ദേഹം ഞങ്ങൾക്ക് അതിനുള്ള ഔദ്യോഗിക തിരക്കുകൾ ഒരു വ്യക്തിയുടെ ക്രിയാത്മകതയ്ക്കോ സാമൂഹിക പ്രതിബദ്ധതയ്ക്കോ തടസ്സമല്ല, ആയിക്കൂടാ. സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിത്വം. യോഗക്ഷേമ സഭാ സെക്രട്ടറി, ഉത്സവ കമ്മിറ്റി കൺവീനർ, സാഹിത്യ ക്ലബ്ബ് സംഘാടകൻ, യുവജനോത്സവ കമ്മിറ്റി ചെയർമാൻ. കൈവയ്ക്കാത്ത മേഖലകൾ വിരളം. തൊട്ടതെല്ലാം പൊന്നാക്കിയ മാന്ത്രിക സ്പർശം. തീർന്നില്ല, നാട്ടിലെ കല്യാണങ്ങൾക്ക് ക്ഷണക്കത്ത് തയ്യാറാക്കുന്നത് മുതൽ ദേഹണ്ണം വരെ ആദ്യാവസാനം. ശരിക്കും പറഞ്ഞാല് നമ്മുടെ സ്വന്തം സമുദായത്തിലും സമാന സംസ്കാരമുള്ള സമുദായങ്ങളിലും നമ്മൾ പോയി പരിപാടികൾ ജീവിക്കാറുണ്ട്. അപ്പം അതിലെ നമുക്കുള്ള അനുഭവങ്ങള് ഞാൻ ജീവിക്കുന്നതൊപ്പം എൻ്റെ ഒപ്പം ഉണ്ടായിട്ടും ഈ സ്വന്തം നിലയ്ക്ക് ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതെ, അതിലൊക്കെ എന്താണ് സ്വന്തം അനുഭവങ്ങളെന്നെ പറ്റി മനസ്സിലാക്കാനാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം. ആദ്യം കുട്ടിക്കാലത്തിനെ കുറിച്ചൊരു 4 വാക്ക് പറയാനോ അല്ലേ? പറയാം. ഏകദേശം ഒരു 13 വയസ്സ്. ആ കാലം മുതൽക്കാണ് കൂടുതൽ ബന്ധങ്ങൾ വരാം. അതുപോലെ ചെറിയ കുട്ടികളാകുമ്പോൾ അത്ര വരില്ലല്ലോ. ആ കാലം കൊണ്ടൊരു പരിചയം. അത് എൻ്റെ അച്ഛൻ പെങ്ങളുടെ മകൻ അല്ലെങ്കിൽ അമ്മാവൻ്റെ മകൻ എന്നുള്ള നിലയ്ക്കാണ്. അതിൽ കൂടുതൽ ഒരു കളിക്കൂട്ടുകാരൻ. കുട്ടിക്കാലം അങ്ങനെയാണല്ലോ ഉണ്ടായിക്കൊണ്ടത്. ഈരടത്തോട്ടം തീറ്റി വെള്ളത്തിന് മുങ്ങിയതും അങ്ങനെയുള്ള കാലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാലം മുതൽക്ക് അത് കഴിഞ്ഞ് പിന്നെ ഉപനയന കാലം. അമ്മാത്ത് വെച്ച് ഉപനയിച്ചത്. അതിൽ വാസിയവേട്ടൻ്റെ അച്ഛൻ സജീവമായിട്ട് അതിൻ്റെ എല്ലാ കാര്യത്തിലും പങ്കെടുത്തതാണ്. എൻ്റെ അച്ഛൻ പിന്നെ വാസിയവേട്ടൻ്റെ അച്ഛൻ ഈ കാഴ്ച കുറവുകൾ കാരണം മുഖ്യ കാർമ്മികത്വം അച്ഛൻ തന്നെ അച്ഛനായിരുന്നു. അതുപോലൊക്കെ പിന്നെ ഞാൻ പാറേക്കാട്ട് വന്ന് വാസിയവേട്ടൻ്റെ ഇല്ലത്ത് വന്ന് അച്ഛൻ്റെ ഗുരുകുല വിദ്യാഭ്യാസമായിട്ടൊരു മാസം. പക്ഷെ അച്ഛനായിരുന്നു ഗുരു എങ്കിലും സത്യത്തിൽ മുഴുവൻ ആ ഗുരുസ്ഥാനം അത് അച്ഛനോടുള്ള ബഹുമാനം നിർത്തിക്കൊണ്ട് തന്നെ ആ ഒരു ഇത് നിർത്തിയും കൊണ്ട് തന്നെ എൻ്റെ സകല കാര്യങ്ങൾക്കും ഗുരുസ്ഥാനീയ ഇത്തരം കാര്യങ്ങളിൽ ഗുരുസ്ഥാനീയതയല്ല ഗുരുനാഥൻ തന്നെയാണ്. അത് യാതൊരു സംശയവുമില്ല. അത് അന്ന് മുതൽക്ക് ഇന്ന് വരെ ഞാൻ ആ ബഹുമാനം എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു ഗുരുസ്ഥാനം എന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നും അതെ, ഞങ്ങൾ പലപ്പോഴും വിലാസനോടും പറയുമ്പോൾ അതിനെ പറയാം. അപ്പം അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ കീഴിൽ നമ്മൾ ഈ ക്രിയാദികൾക്ക് മുഴുവനും അതെ ചന്ദനരക്കലും പുല്ലുമുറിക്കലും ചന്ദനവർക്ക് ഉണ്ടാക്കലും അങ്ങനെയാണല്ലോ തുടക്കം. അങ്ങനെ നമ്മളിതൊക്കെ പ്രാക്ടിക്കൽ നോളേജായിട്ടാണ് കൊണ്ടുവന്നത്. അല്ലാണ്ട് മുഴുവൻ പുസ്തകം വായിച്ചിട്ടല്ല ശരിക്കും ആദ്യകാലത്ത് തുടങ്ങിയത്. പിന്നീട് നമ്മൾ
പുസ്തകത്തിൽ കൂടെ മന്ത്രം ചൊല്ലിക്കൊടുത്ത് വാസേവേട്ടൻ ചെയ്യിക്കുക. വാസേവേട്ടൻ്റെ ഒരു കയ്യാൾ ശിഷ്യനായും കൊണ്ട് ഞാനിരിക്കുക. അങ്ങനെയാണ് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത്. 35 കൊല്ലത്തിലധികം 35 40 ആയിട്ടുണ്ടാവും. അപ്പം അത്രയും കാലത്ത് ഈ വാസേവേട്ടൻ്റെ ഒരു നിഴലായും കൊണ്ട് അതെനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. വളരെ ദുർലഭമാണ്. സ്വന്തമായിട്ട് ജീവിക്കേണ്ട വളരെ ഒരു വിരളമാണ്. വളരെ ഒരു 2%, മൊത്തമുള്ളതിൽ 1%, 2% അങ്ങനെ വന്നിട്ടുണ്ട്. വാസേവേട്ടൻ്റെ കൂടെ വാസേവേട്ടൻ പറയുന്നു, ഞാൻ ചെയ്യുന്നു. അതല്ലെങ്കിൽ എനിക്കറിയാവുന്നമാര് ഞാൻ ഒപ്പം നിൽക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ. അങ്ങനെ നമ്മൾ ഈ ചെയ്തിട്ട് നമ്മൾ 964 മുതൽക്ക് നമ്മൾ ഈ സംസ്കാര ക്രിയകൾ, നമ്മുടെ വൈദിക സംസ്കാര ക്രിയാദികൾ ചെയ്യിപ്പിക്കുമ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ സ്വയം ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് പറയാനുണ്ടതിനെ കുറിച്ച് ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞ ആദ്യം നമ്മൾ പുസ്തകം വായിച്ച് മന്ത്രത്തിൻ്റെ അർത്ഥമൊന്നും അറിയാതെ കണ്ട് തത്തമ്മയെ പൂച്ചെന്ന് വായിച്ചുകൊണ്ട് അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. പിന്നീട് ആവശ്യക്കാർ ഇത്തരം ചടങ്ങുകൾ ചെയ്യിക്കാൻ ഏറി വന്നപ്പോൾ വാസേവേട്ടന് കുറച്ചും കൂടി താല്പര്യം വർദ്ധിച്ചു. അപ്പോൾ വാസേവേട്ടൻ സ്വയം മന്ത്രങ്ങളുടെ ബൈഹാർട്ട് ആദ്യം കാണാപ്പാടം പഠിക്കലാണ് ഉണ്ടായത്. മനപ്പാടം പഠിക്കലാണ് ഉണ്ടായത്. പുസ്തകം ഇല്ലാതെ കണ്ട് ജീവിക്കാനുള്ള മനപ്പാടം പഠിക്കൽ. അത് കഴിഞ്ഞ് വാസേവേട്ടന് കുറേയും കൂടിയും താല്പര്യം വന്നപ്പോൾ വാസേവേട്ടനത് അതിൻ്റെ അർത്ഥങ്ങൾ ഗ്രഹിക്കാൻ, അതിന് സ്വയം പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടും ഞാൻ മനസ്സിലാക്കിയത്. പിന്നീട് സംശയങ്ങൾ കുറച്ചും കൂടി മുതിർന്ന വൈദികന്മാരായിട്ടുള്ള ആളുകളുടെ സംശയ നിവാരണം വരുത്തി അതിൻ്റെ അർത്ഥങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി. അങ്ങനെയാണ് പിന്നീടുണ്ടായത്. ഈ അർത്ഥങ്ങൾ മനസ്സിലാക്കി ജീവിക്കുമ്പോഴും നമ്മൾ പ്രയോഗത്തിൽ കുറവ് വരുത്താണ്ട്, എന്നാൽ പലതും ആവർത്തനം വരുന്നത് പലതും ഒഴിവാക്കിയും കൊണ്ട്, സമയനിഷ്ഠ വരുത്തിയും കൊണ്ട്, ഒരു കൃത്യ സമയത്തിനുള്ളിൽ ഒന്നും ലോപിക്കാതെ കണ്ട് എല്ലാം ചെയ്തുകൊണ്ട്, അത് ആളുകൾക്ക് മുഷിപ്പില്ലാത്ത വിധത്തിൽ സമയത്തിൽ അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചുകൊണ്ട്, അങ്ങനെയാണ് പിന്നീട് പുരോഗതി വന്നപ്പോൾ ഉണ്ടായത്. പിന്നെ അതിലും പുരോഗമിച്ചപ്പോൾ ഇതിന് ഈ നമ്മുടെ സമുദായത്തിൽ മാത്രം പോരാ, നമ്മുടെ ചടങ്ങ് മാത്രം പോരാ, വിപുലമായി മറ്റുള്ള ചടങ്ങുകളും കൂടി ചെയ്യിക്കേണ്ട ആവശ്യകത വന്നപ്പോൾ, ആവശ്യക്കാരേറിയപ്പോൾ ബൗദ്ധായനീയ ചടങ്ങുകളും വാസേവേട്ടൻ പിന്നെ അതിനെ പാകപ്പെടുത്തിയിട്ട് അതെ അതിന് ഒരു മിതമായ ചട്ടക്കൂട് നിർത്തിയും കൊണ്ട് ആളുകൾക്ക് കൂടുതൽ ആകർഷണീയത വരുത്തിക്കൊണ്ട്, കാണുമ്പോൾ ഒരു അട്രാക്ഷനാണ്. അതേസമയത്ത് അർത്ഥങ്ങൾക്ക് ഭംഗം വരാതെ കണ്ട്, അതുകൊണ്ടാണ് ഒത്തിരി ആളുകൾ വീണ്ടും വാസേവേട്ടനെ വിളിക്കാനിട വന്നത്. എന്ന് മാത്രമല്ല, അത് ഇപ്പോൾ അടുത്ത കാലത്തായപ്പോഴേക്കും അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, കേരളത്തിന് പുറത്തേക്ക് ഞാൻ കിടക്കുന്നില്ല, പുറത്തുണ്ടായിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ എന്തായാലും ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് പോയി നമ്മൾ ചെയ്യിച്ചു. അപ്പം ഇതിന് ആവശ്യക്കാരേറി വാസേവേട്ടൻ്റെ ആ ചിട്ട, അത് വ്യക്തി ആ ചിട്ടപ്പെടുത്തൽ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു വന്നു. പിന്നെ ആ ചെയ്യിക്കണ ശൈലി, മന്ത്രങ്ങളുടെ അർത്ഥം പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കണ ശൈലി, അതൊക്കെ ആയപ്പോൾ അത് കുറച്ചും കൂടി ആളുകളുടെ ഹൃദയത്തിൽ തട്ടി. പിന്നെ മിക്കവാറും പല വേദികളിലും സമയം കിട്ടുകയാണെങ്കിൽ ഒരുമിച്ച് കൂടാൻ കഴിയുമെങ്കിൽ അതേ ദിവസം തന്നെ വിവാഹമാണ്. എന്നിട്ട് അതിൻ്റെ ആളുകളെ വിളിച്ചിരുത്തി, അവിടെ കിട്ടാവുന്ന ആളുകളെ വിളിച്ചിരുത്തി ആ നാളെ ചെയ്യാൻ പോകുന്ന ക്രിയകൾ എന്തൊക്കെയാണ്, അതിൻ്റെ മന്ത്രങ്ങൾ എന്തൊക്കെയാണ്, അതിൽ പ്രധാനപ്പെട്ട മന്ത്രങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് നമ്മുടെ പൂർവികർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്, അതായത് അടിസ്ഥാനമായ കർമ്മങ്ങളുടെ ആന്തരിക തത്വം എന്താണ് എന്ന് കുറേയും കൂടി വിശദമായി പറയാൻ തുടങ്ങി. ഈ തലേദിവസത്തെ ക്ലാസ് കൊണ്ട് പ്രത്യേകിച്ച് ഈ ഉപനയനമൊക്കെ ചെയ്യുന്ന കുട്ടികളൊക്കെ ഒരുപാട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അനുഭവത്തിൽ തന്നെ ധാരാളമുണ്ട്. ഷോഡശ സംസ്കാരം എന്നാൽ എന്ത്, ഷോഡശ സംസ്കാരം എന്തിന്? ഈ രണ്ട് ചോദ്യങ്ങളാണ് പ്രസക്തമായി. ഷോഡശ സംസ്കാരം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പൂർണ്ണനാക്കുന്നതിന് ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വേദങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ട 16 സംസ്കരണ
അല്ലെങ്കിൽ സംശുദ്ധീകരണ ക്രിയാദികളെയാണ് ഷോഡശ സംസ്കാര ക്രിയാദികൾ. അതിന്റെ ഫലത്തെ ഷോഡശ സംസ്കാരം എന്ന് നിർവഹിക്കുന്നു. ആശയവേട്ടൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ആ ഇതിലേക്ക് വന്നതാണ്. അതിനൊരു ചിട്ട വരികയാണ്. നമ്മള് അങ്ങനെ ഒരു ചിട്ടപ്പെടുത്തിയത് പൊതുജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണല്ലേ അഭിപ്രായം? ആ വളരെ കൃത്യമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. പലരും പറയാറുണ്ട് ഈ ആശയവേട്ടനാവുമ്പോൾ ചിട്ടയുണ്ട്, അത് ആളുകൾക്ക് അതിൽ ഇൻവോൾവ് ചെയ്യാൻ സന്തോഷമുണ്ട് എന്ന് പലരും പറയാറുണ്ട്. ഞാൻ എല്ലാം ഒന്നും വാസികൾക്കും പറയാറില്ലെങ്കിലും പലരും പറയാറുണ്ട്. അതൊരു പ്രത്യേകതയാണ് എന്ന് പറയാറുണ്ട്. അപ്പം ആ ഒരു ശൈലി അല്ല, ഇപ്പോ ഞാൻ ഒരു കാര്യം ഉദാഹരണം അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോ ഇത് ഈ ക്രിയാദികൾ ജീവിക്കുമ്പോ ഇതില് നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു മെത്തേഡ് പറയാം. ഇപ്പോ മണീനെ ഓർമ്മ ഉണ്ടാവും. ഞാനിത് ഈ ശൈലി രൂപീകരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ മണീൻ്റെ അച്ഛൻ, എൻ്റെ അമ്മാവൻ ജീവിക്കുന്ന ചില സമ്പ്രദായങ്ങൾ, ചില ചിട്ടകൾ, ആ ചിട്ടകൾ ഞാൻ നടപ്പാക്കുന്നത്. അച്ഛൻ്റെ കാർമ്മികത്തിൽ അമ്മാവൻ ജീവിച്ചു, അച്ഛൻ നേതൃത്വത്തിൽ മുഖ്യ കാർമ്മികത്തിൽ അമ്മാവൻ ജീവിപ്പിക്കുക, അമ്മാവൻ്റെ കീഴിൽ ഞാൻ ജീവിപ്പിക്കുക, അമ്മാവൻ്റെ കൂടെ പഠിച്ച പ്രകാരം ഞാൻ ചെയ്യുക. അങ്ങനെ ഒരു സമ്പ്രദായമാണ് വന്നത്. അങ്ങനെ അമ്മാവൻ്റെ ഒരു ശൈലി, വൈമാണികൻ്റെ കുഞ്ഞിൻ്റെ ഒരു ശൈലി ഇതിൽ ഭാഗമായിട്ടുണ്ട്. കാരണം അത് ഞാൻ ഇപ്പോൾ സ്മരിക്കേണ്ട ഒരു വിഷയങ്ങൾ അത് രണ്ടാമത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ എൻ്റെ എല്ലാ ക്രിയാഭാഗങ്ങളും ഇത്രയും കൃത്യമായി ജീവിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇവർ രണ്ടാളുടെയും ഒരു ശൈലി ഞാൻ ഏറ്റെടുത്തിരുന്നു. പക്ഷെ ഇതിനെ അങ്ങനെയൊക്കെ വേണം എന്ന് പ്രദേശം മുഴുവനും പൊളിപ്പുള്ളിയായിരുന്നു. ഒരു ബ്രാഹ്മണന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നിലനിൽപ്പ് ആ ബ്രാഹ്മണന്റെ സൽക്കർമ്മത്തിന്റെ ബലത്തുമ്പിലാണ്. നമുക്കൊക്കെ വിചാരമുണ്ട് നമ്മളെ വിളിക്കൊണ്ടാണ് അതൊക്കെ നടക്കണതെന്ന്. പക്ഷെ അതൊന്നുമല്ല. പണ്ടൊക്കെ വ്യാസഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി ഭഗവാന്റെ അവതാരമായിട്ടാൽ കൂടി ഒരടി കാലടി വെക്കണമെങ്കിൽ വ്യാസന്റെ അനുവാദത്തോടെ ഉള്ളൂ. ആ ബ്രാഹ്മണ സങ്കല്പത്തിന് അത്രയും മാന്യത കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അവരുടെ വിവാഹവും അതിൽ നിന്നുണ്ടാവുന്ന സന്തതി പരമ്പരയും പ്രപഞ്ചത്തിന്റെ നെടുന്തൂണുകളാണ് എന്ന സങ്കല്പമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു തീവൃഷ ബന്ധം റെക്കോർഡാക്കാൻ രജിസ്ട്രാഫീസ് മതി. അതിൽ കവിഞ്ഞ് ഇതിന്റെ ഈ ഷോഡശക്രിയകളിലെ വൈവാഹിക കാര്യങ്ങളിലെ പറ്റിയുള്ള ഈ കർമ്മങ്ങളുടെ ഓരോത്തിൻ്റെയും മൗലികമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ ശക്തി. ഇവിടെ വാസുണ്ണി ആ കാര്യത്തില് എനിക്ക് അദ്ദേഹത്തിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അദ്ദേഹം അനവധി കാലം ബാങ്കിൽ സെക്രട്ടറിയായി. അത് കഴിഞ്ഞ് ഇപ്പൊ നല്ല രീതിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്തൊരു കർമ്മത്തിലേക്ക് ഏർപ്പെടുകയാണെങ്കിലും അതിന്റെ പരിപൂർണമായിട്ടും ആ റൂട്ട് വരെ പഠിച്ച